നിങ്ങളുടെ കുട്ടിയുടെ ലവ് ലാംഗ്വേജ് എന്താ? നിങ്ങൾ എത്രയൊക്കെ സ്നേഹം എക്സ്പ്രസ് ചെയ്തിട്ടും കുട്ടിക്ക് അത് മനസ്സിലാവുന്നില്ല, കുട്ടി അതിനോട് റിയാക്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിനുള്ള ആൻസർ ആയിരിക്കും ഈ ഒരു വീഡിയോ. നമുക്ക് 5 ലവ് ലാംഗ്വേജ് ഉണ്ട്. അതായത് ഓരോരുത്തരും സ്നേഹം ഫീൽ ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും. നമ്മൾ പാർട്ട്നേഴ്സ് തമ്മിലും നമ്മളെ ബാക്കിയുള്ള റിലേഷൻഷിപ്പിലൊക്കെ ഇതുണ്ട്. അപ്പോൾ ഈ ഒരു ലവ് ലാംഗ്വേജിൽ ഒരു ക്ലാരിറ്റി വരുമ്പോഴായിരിക്കും ആ ഒരു റിലേഷൻഷിപ്പ് സ്മൂത്ത് ആവുന്നത്. കുട്ടികളുടെ കാര്യത്തിലും അത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഫസ്റ്റത്തെ ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫിസിക്കൽ. അതായത് ഇവർക്ക് നമ്മൾ അവരെ കൂടുതലായിട്ട് ഹഗ് ചെയ്യുമ്പം, കിസ് ചെയ്യുമ്പം, കഡിൽ ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും അവർക്ക് ആ ഒരു സ്നേഹം ഫീൽ ചെയ്യുന്നത്. ഇനി സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് വേർഡ് ഓഫ് അഫർമേഷൻ. നമ്മൾ അവരോട് ഐ ലവ് യു അല്ലെങ്കിൽ ഐ എം പ്രൗഡ് ഓഫ് യു തുടങ്ങിയ അപ്രിസിയേഷൻ വേർഡ്സ് പറയുമ്പോഴായിരിക്കും അവർക്ക് കുറച്ചും കൂടെ സ്നേഹം ഫീൽ ചെയ്യപ്പെടുന്നത്. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് ക്വാളിറ്റി ടൈം. നമ്മളെ പണികളൊക്കെ മാറ്റി വെച്ച് നമ്മളെ ഫോൺ ഒരു സ്ഥലത്ത് മാറ്റി വെച്ച് അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക അവരെ കൂടെ. അതായത് അവർ കളിക്കുമ്പോൾ അവരെ കൂടെ കളിക്കുക, അല്ലെങ്കിൽ അവർക്ക് ബുക്സ് വായിച്ചു കൊടുക്കുക, കഥകൾ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം അവർക്ക് ഭയങ്കര വാല്യൂ ആയിരിക്കും ഇതിനോട് തോന്നുന്നത്. ഇനി ഫോർത്ത് വൺ ആക്ട് ഓഫ് സർവീസ്. ചില കുട്ടികൾക്ക് നമ്മൾ അവരെ പോയിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യുമ്പം അത് അവർക്ക് ഭയങ്കര ലവ്ഡ് ആയിട്ട് തോന്നും. ഫോർ എക്സാമ്പിൾ, അവരൊരു ഹോം വർക്കിൽ സ്റ്റക്ക് ആയിരിക്കുമ്പോൾ നമ്മൾ അതിൽ പോയി ഹെൽപ്പ് ചെയ്യുക, അവരെ ഡ്രസ്സ് ഇടാൻ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് ഷൂസ് ഒന്ന് കെട്ടിക്കൊടുക്കുക, ഇതൊക്കെ. ഇനി ഫിഫ്ത്ത് കാറ്റഗറി ഗിഫ്റ്റ്സ്. അതായത് ഇവർക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അവർ എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് നമ്മൾ അവരെ ഒരു ഗിഫ്റ്റ് കൊണ്ട് സന്തോഷിപ്പിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കുക, അവരുടെ ഫേവറേറ്റ് ഫുഡ്, അല്ലെങ്കിൽ ഒരു ടെഡി ബെയർ, അല്ലെങ്കിൽ മറ്റ് ടോയ്സ്. ഇതൊക്കെ കിട്ടുമ്പം അവർക്ക് നമ്മൾ വേറെ എന്ത് ചെയ്ത് കൊടുക്കുന്നതിനേക്കാളും ആ ഒരു ലവും അതേപോലെ സെക്യൂരിറ്റിയും ഒക്കെ ആയിരിക്കും അവർക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ കുട്ടിയുടെ ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫിസിക്കലാണ്, അതായത് അവർ കൂടുതൽ ഹഗ് ചെയ്യപ്പെടാനും കിസ് ചെയ്യപ്പെടാനും ഒക്കെയാണ് താല്പര്യപ്പെടുന്നത്. പക്ഷെ നിങ്ങൾ നിങ്ങളെ ലവ് എക്സ്പ്രസ് ചെയ്യുന്നത് അവർക്ക് ഗിഫ്റ്റ്സ് വാങ്ങിക്കൊടുത്തിട്ടാണെങ്കിൽ അവിടെ രണ്ടും സ്നേഹമാണ്, പക്ഷെ അത് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ആയിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പം നിങ്ങളുടെ കുട്ടിയുടെ ലവ് ലാംഗ്വേജ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അവരെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. അവർ എന്ത് ചെയ്യുമ്പോഴാണോ കൂടുതൽ ഹാപ്പി ആവുന്നത് എന്ന് നോക്കുക. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ അവർക്ക് ലവ് ആൻഡ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക. ഹാപ്പി പാരൻറ്റിങ്.